ഗുഡ് ഫ്രൈഡേ. ഇന്ന് നമുക്കൊക്കെ ലീവ് ആയിരുന്നു. ലീവ് ഡേയ്സ് ആർ ഓൾസോ കൺസിഡേർഡ് ആസ് റെസ്റ്റ് ഡേയ്സ് അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ ടൈം 10 മണിയായിരുന്നു. വേഗം എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ബട്ട് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് കരുതി. നമ്മളുടെ ഫ്ലോറിലെ സ്റ്റവ് വർക്ക് ആയാത്ത കാരണം താഴത്തെ ഫ്ലോറിൽ പോയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഈ ഒരു സാധനം കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. റൂമിൽ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ വരുമ്പോഴേക്ക് വേറെ ഒരു കുട്ടി കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇറ്റ്സ് മൈ ടേൺ. ഫസ്റ്റ് തന്നെ ഞാൻ പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗീ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രെഡ് നോർമൽ മിൽക്ക് ബ്രെഡ് അല്ല കേട്ടോ. ഇത് ഹോൾ വീറ്റ് ബ്രെഡ് ആണ്, അതായത് റിച്ച് ഇൻ പ്രോട്ടീൻ. ജിമ്മിലൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ നോർമൽ ബ്രെഡ് കഴിക്കാറില്ല കേട്ടോ. ഈ ഒരു ഹോൾ വീറ്റ് ബ്രെഡ് ആണ് ഞാൻ കഴിക്കാറ്. തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴേക്ക് നമ്മളെ എഗ്ഗ് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഷെല്ലൊക്കെ കളഞ്ഞ് 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ വാങ്ങിയ സാൻഡ്വിച്ച് സ്പ്രെഡും പിസ്സ സ്പ്രെഡും ആണ് ഇന്നത്തെ താരം. ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിലേക്ക് സാൻഡ്വിച്ച് സ്പ്രെഡ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് എഗ്ഗും അതുപോലെ തന്നെ നമ്മുടെ ക്യൂക്കുംബർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ട് അതിന് മേലെ ചെറുതായി ഒന്ന് പിസ്സ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിന്റെ മേലെ വേറൊരു സ്ലൈസ് ഓഫ് ബ്രെഡ് കൂടി വെച്ചുകൊടുത്തപ്പോ നമ്മളുടെ ഇവിടെ സിമ്പിൾ ബട്ട് ഹെവി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആട്ടോ. ഈശ്വര, ഇത് കഴിച്ച് എന്റെ വയറ്റിനൊന്നും കുഴപ്പമുണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. ഇതുപോലത്തെ 2 സാൻഡ്വിച്ച് ആയിരുന്നു ഞാൻ ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായത്. ഉച്ചക്ക് ലഞ്ച് പോലും കഴിക്കാത്ത അവസ്ഥയിൽ ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.